അങ്ങനെ ISLന്റെ 11th സീസൺ ഈസ് ഓവർ. ATK മോഹൻകുമാർ സൂപ്പർ ജയൻസ് വേഴ്സസ് ബംഗളൂരു FC. ഒരു അത്യാവശ്യത്തിന് നല്ല ഒരു ഫൈനൽ. ഓക്കെ, രണ്ട് ടീമും ഫൈനലാന്നുള്ള ബോധത്തിൽ തന്നെ കളിച്ചു, മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചു. രണ്ട് ടീമും നന്നായിട്ട് തന്നെ പൊരുതി. ഇൻ ദ എൻഡ് അവരുടെ ISL ഹിസ്റ്ററിയിലെ തന്നെ ആദ്യത്തെ ഡബിൾ ലീഗ് ഷീൽഡും അവർക്കാണ്, ISL ട്രോഫിയും അവർക്കാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരുവിനെ 2-1 അവർ തോൽപ്പിച്ചത്. കുറെ അധികം കാര്യങ്ങൾ തന്നെ മാച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ബംഗളൂരു FCയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എടുത്തു തന്നെ പറയേണ്ടതാട്ടോ. മോഹൻ ബഗാൻ ഇങ്ങനെ വിറക്കുന്ന സിറ്റുവേഷൻസ് ഈ ഒരു സീസണിൽ അധികം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ തന്നെ മോഹൻ ബഗാൻ എന്തുകൊണ്ടാണ് ഫൈനൽ ഉള്ളത് എന്ന് അവർ കാണിച്ചു തന്നു. അവരുടെ ടീം സ്ട്രെങ്ത്, സ്ക്വാഡ് സ്ട്രെങ്ത്. ഗൈസ്, ആ ഒരു സംഭവം എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ മാച്ചിൽ നമ്മൾ കണ്ടു. അവർ ബെഞ്ച് നിറക്കുന്ന പ്ലേയേഴ്സിനെ നോക്കി. ഗ്രെഗ് സ്റ്റുവാർട്ടും മറ്റേ ദിമി പെട്രാട്ടോസും ബാക്കിയുള്ള ബെസ്റ്റ് ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെയാണ് ബെഞ്ചിൽ നിറങ്ങുന്നത്. ആൻഡ് ഗ്രെഗ് സ്റ്റുവാർട്ടിൻ്റെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. ആള് വന്നതിന് ശേഷമാണ് അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവരൊന്നും കൂടെ മെന വന്നത്. ജെയ്സൺ കമ്മിങ്സ്, മക്ലാരൻ, ഇങ്ങനെയുള്ള ഹൈ പ്രൊഫൈൽ പ്ലേയേഴ്സിനെ ഇവർ സൈൻ ചെയ്യുമ്പോൾ ഞാനും ചെറുതായിട്ടൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ആവാറില്ല. പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോച്ചിന് കീഴിൽ ഈ പ്ലേയേഴ്സൊക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരുന്നു. ആൻഡ് ഫൈനലിലും ഇവരെന്നെയാണ് 2 ഗോൾസും നേടിയത്. ബംഗളൂരിന് വേണ്ടിയിട്ട് നൊഗുവര ആൻഡ് റയാൻ വില്യംസ്, നമ്മൾ ഈ മരിച്ച് കളിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു, എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫൈനൽ തേർഡില് മോഹൻ ബഗാൻ പ്ലേയേഴ്സിന്റെ റഫ് കളിക്ക് മുന്നിൽ അവർ വീണു എന്ന് പറയാ. റഫറി അത് എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിങ്ലൻ സാന സിംഗ്, ഹീസ് എ ഗുഡ് പ്ലെയർ. പക്ഷേ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ എപ്പോഴും എന്തെങ്കിലും ഏറെ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഈ ഒരു മാച്ചിലും പെനാൾട്ടിയുടെ കാര്യത്തിൽ ആളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആ ഒരു സെക്കൻഡ് ഗോൾ ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ഈ ഒരു മാച്ച് കാണുന്നതിനൊപ്പം തന്നെ ഞാൻ IPL-ലും കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് ചോദിക്കാട്ടോ, ഹൗ യു ലൂസ് ആഫ്റ്റർ സ്കോറിംഗ് 245 റൺസ്? 4 ഓവറിൽ 75 റൺസ് വിട്ടുകൊടുത്ത ഷമിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം വന്നിക്കേനു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഓന്റെ ടീം എന്നാലും ജയിച്ചു. അഭിഷേക് ശർമ്മ, യു ലക്കി മദർ ഫാദർ, 28 റൺസിൽ ഓൻ ഔട്ടായതാ. പക്ഷേ അത് നോ ബോളായി. പിന്നെ ചഹല് വേറെ ഏതോ സമയത്ത് ക്യാച്ച് വിട്ടു. ഇന്നലെ ഓന്റെ ദിവസേനു. ഓക്കെ, എന്ത് ചെയ്താലും ഓനക്ക് തെറ്റ് വരുത്താൻ പറ്റണില്ല. 55 ബോളിൽ 141 റൺസ്, ഉളുപ്പില്ലാത്തടി. എനിവേ, SRHനെ ഞാൻ ജിങ്സ് ചെയ്തു എന്ന് പറഞ്ഞ് ഇനി ആരും വരണ്ട, അത് തീർന്നു. What a goal, man. What a goal. Al Nassr versus Al Riyadh. Very shite first half performance. ആൻഡ് ആ ദുരിതം പിടിച്ച ഫസ്റ്റ് ഹാഫ് ഏറെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് മിനിറ്റിൽ അൽ റിയാദ് സ്കോർ ചെയ്യും കൂടെ ചെയ്തപ്പോൾ ഞാനും ഉള്ളിൽ വിചാരിച്ചു, they are back to where they belong, being shite. കഴിഞ്ഞ ആഴ്ച അൽ ഹിലാലിനെതിരെ കണ്ടതിന്റെ ഹാഫ് എനർജി പോലുമില്ല. 0 പ്രഷർ, 0 ഇന്റൻസിറ്റി, ഒരു അന്തല്ലാത്ത കളി. പിന്നെ സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. എക്സ്പെഷ്യലി CR7 അൽ നാസറിന്റെ ഈക്വലൈസിങ് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഇഷ്ടം പോലെ ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു. 2 ഗോൾ ലീഡ്, 3 ഗോൾ ലീഡ് ഒക്കെ ഇവർക്ക് ഉണ്ടാക്കിയേനു. പക്ഷേ എന്താപ്പം ചെയ്യുക, ജോൺ ഡുറാൻ ഇന്നലെ വേറെന്തോ അസുഖമായിരുന്നു കേട്ടോ. ചാരിറ്റി മാച്ചിൽ സ്പീഡ് റെക്കോർഡ് ഗോൾ അടിപ്പിക്കാൻ നോക്കുന്ന പോലെയാണ് അൽ നാസർ പ്ലേയേഴ്സ് ഇന്നലെ, ഇൻക്ലൂഡിങ് അണ്ണൻ. ഓക്കെ, CR7 വരെ ജോൺ ഡുറാനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കി. അപ്പത്തെ ഒരു അവസ്ഥകൾ ആലോചിച്ചാൽ മതി. എന്നിട്ടും ചെക്കന് ഗോൾ അടിക്കാൻ വയ്യ. ഇതിനിടയിൽ CR7 ആളുടെ സെക്കൻഡ് ഗോളൊക്കെ സ്കോർ ചെയ്തിന് കേട്ടോ. അത്ര വലിയ ഗോളൊന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഗോള്. ബോക്സിന്റെ പുറത്തുനിന്ന് പന്ത് ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഒന്ന് തലോടി കൊടുത്ത്. ഈ അടിന്റെ പവർ കൊണ്ടാണോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. സോഫാ സ്കോർ അണ്ണന് 10 out of 10 റേറ്റിംഗ് ഒക്കെ കൊടുത്താണ് ഈ ഒരു മാച്ചിലെ പെർഫോമൻസിന്. വാവ്, ഐ മീൻ ആള് 5 ബിഗ് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ. 5 എണ്ണം ജോൺ ഡുറാൻ മിസ് ചെയ്തു. എന്നാലും പിന്നെ വേറൊരു സംഭവം എന്താണെന്നറിയോ, ഇന്നലെ അണ്ണൻ അനാവശ്യമായിട്ട് അൺസെൽഫിഷ് ആയിട്ടോ, ഞാനുള്ള കാര്യം തുറന്നു പറയാം, ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് ആയിരുന്നു. അത്ര എടുത്തുനിന്ന് 2 ഫ്രീക്ക് കിട്ടിയിട്ട് വെറൈറ്റി കാണിക്കാന്ന് പറഞ്ഞ് ഒന്ന് കൊളാക്കി. പിന്നെ ജോൺ ഡുറാൻ ആകാശത്ത് കടിക്കാൻ കൊടുത്ത്. എന്നാ അണ്ണനെ ആകാശത്ത് കടിച്ചാൽ പോരെ? ആവശ്യമില്ലാതെ നന്മമരം കളിക്കൊന്നും വേണ്ട. നമുക്ക് 1000 ഗോൾ എന്നുള്ള ഒരു സാധനം ഉണ്ട്. ഓക്കെ,
ഫോക്കസ് അണ്ണ ഫോക്കസ്. ഒറ്റാവിയോ പൊല്ലങ്കളി, സിമ്മഖാൻ പൊല്ലങ്കളി, ഷാരിയോ മാനെ ആ ഒരു ലെഫ്റ്റ് വിങ്ങില് മരിച്ച് കളിക്കണു. ജോൺ ഡുറാൻ വേറെ ആർക്കോ വേണ്ടി പഠിക്കണു. ഈ ഒരു മാച്ചും ബോട്ടിലെയാൻ അൽ നാസർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു സീസണിൽ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, റെലഗേഷൻ ബാറ്റിലുള്ള ഒരു ടീമിനേറ്റും വരെ ഈ ഇറ്റങ്ങൾ തോറ്റീനു. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സീസണിൽ ലീഗ് ട്രോഫി അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നതാ. ഇനിയിപ്പോൾ അതൊന്നും നടക്കുന്നുണ്ടാവില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അൽ ഹിലാലിനെ വെട്ടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനിയുള്ള എല്ലാ മാച്ചസും ജയിച്ച. അത്രേ ഉള്ളൂ. ബൈ.